മറ്റൊരു വാർത്തയിലേക്ക് കോഴിക്കോട് തോരായിക്കടവ് പാലത്തിന്റെ തകർച്ചയിൽ നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന് കിഫ്ബി. പാലത്തിന്റെ 6-7 തൂണുകളെ ബന്ധിപ്പിക്കുന്ന ബീമുകളുടെ സ്റ്റേജിംഗ് വർക്കിൽ നിർമ്മാണ അപാകതയുണ്ടായിട്ടുണ്ട്. ഡിസൈനിൽ നിന്ന് വിരുദ്ധമായാണ് നിർമ്മാണമെന്നും കണ്ടെത്തലുണ്ട്. MS അനീഷ് കുമാർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, ഇത് പൊതുമരാമത്ത് വകുപ്പിന് വലിയ ഒരു പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കിയ ഒന്നാണ്. 150 പാലങ്ങൾ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുമെന്ന് പ്രഖ്യാപിച്ച മന്ത്രിയുടെ നാട്ടിൽ തന്നെയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. ഇപ്പോൾ അഴിമതി നടന്നിട്ടുണ്ട് എന്നാണല്ലോ ആരോപണം ഉയർന്നത്. ഇതിപ്പോൾ നിർമ്മാണത്തിൽ തന്നെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നല്ലേ ഈ കിഫ്ബിയുടെ കണ്ടെത്തൽ വന്നിരിക്കുന്നത്? തീർച്ചയായും മഞ്ജുഷ്, ഈ പാലാരിവട്ടം പാലം അഴിമതിയുമായി ബന്ധപ്പെട്ട് വലിയ നടപടിക്രമങ്ങൾ ചെയ്ത ഒരു മുന്നണിയാണ്. ഇബ്രാഹിം കുഞ്ഞിനെതിരെ കേസെടുക്കുന്ന കാര്യങ്ങളിലേക്ക് വരെ നീങ്ങി. ആ ആളാണ് 3 പാലങ്ങൾ തകർന്നിട്ടും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ മുന്നോട്ട് നീങ്ങുന്നത് എന്ന വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ വലിയ വിവാദമായി മാറിയതാണ് തേരായിക്കടവ് പാലത്തിൻ്റെ തകർച്ച. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളാണ്, അല്ലെങ്കിൽ തങ്ങൾക്കുള്ള വിശദീകരണമാണ് കിഫ്ബി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. പാലത്തിൻ്റെ 6-7 തൂണുകളെ ബന്ധിപ്പിക്കുന്ന തൂണുകളുടെ സ്റ്റേജ് വർക്കിൽ അപാകത ഉണ്ട് എന്നാണ് കിഫ്ബി പറയുന്നത്. ഈ അപാകത നേരത്തെ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഈ കിഫ്ബിയുടെ നിർദ്ദേശപ്രകാരമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ആദ്യം തയ്യാറാക്കിയ ഡ്രോയിങ്ങിൽ മാറ്റം വരുത്തി അതിൽ നിന്ന് വിരുദ്ധമായാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. കഴിഞ്ഞ മെയ് മാസത്തിൽ ഈ സംബന്ധിച്ച പരിശോധന കിഫ്ബി ഈ പാലത്തിൽ നടത്തിയിരുന്നു. ഇതിനെ തുടർന്ന് മെയ് 19-ന് ഈ പദ്ധതിയുടെ നടത്തിപ്പ് ചുമതലയുള്ള കേരള റോഡ് ഫണ്ട് ബോർഡിന് മെമ്മോ നൽകിയിരുന്നു. ഈ പിഴവുകൾ പരിഹരിച്ച്, അല്ലെങ്കിൽ ഡ്രോയിങ്ങിലെ അപര്യാപ്തകൾ പരിഹരിച്ച് വേണം മുന്നോട്ട് പോകാൻ എന്ന് ചൂണ്ടിക്കാട്ടി. പക്ഷേ മെമ്മോയ്ക്ക് മറുപടി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. മറിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുകയും ചെയ്തത്. ഇതിനുശേഷമാണ് പിന്നീട് നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ ആ പാലം തകർന്നു വീഴുകയും ചെയ്തിരിക്കുന്നത്. പാലത്തിൻ്റെ 3-4 ഗർഡറുകളുടെ കോൺക്രീറ്റിങ്ങിനിടെയാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. എന്തായാലും ഘടനാപരമായി സ്ട്രക്ചറലി പാലത്തിന് മറ്റ് പരുക്കുകളില്ല. ഈ കോൺക്രീറ്റിംഗ് ഭാഗത്തിൻ്റെ സാമഗ്രികൾ വെള്ളത്തിലേക്ക് പോയതൊക്കെ ഒഴിവാക്കിയാൽ ഇത് ബാക്കി പണികളുമായി മുന്നോട്ട് നീങ്ങാൻ പറ്റും എന്നാണ് കിഫ്ബി പറയുകയും ചെയ്യുന്നത്. പക്ഷേ കിഫ്ബി ഇത്തരത്തിലൊരു നിർദ്ദേശം അവരുടെ പരിശോധനയിൽ കണ്ടെത്തി ഒരു മെമ്മോ നൽകിയിട്ടും എന്തുകൊണ്ട് ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായ റോഡ് ഫണ്ട് ബോർഡ് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നൽകുകയോ അല്ലെങ്കിൽ ന്യൂനത പരിഹരിച്ച് മുന്നോട്ട് പോവുകയോ ചെയ്യാതിരുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും ഇതിനുള്ള മറുപടി ഇനി കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ ഭാഗത്തു നിന്നും പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്. മഞ്ജുഷ്, ശരി. തോരായിക്കടവ് പാലത്തിന്റെ നിർമ്മാണത്തിനിടയിലെ തകർച്ച, അതിന് കാരണം നിർമ്മാണത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള അപാകത എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. വലിയ അഴിമതി ഇക്കാര്യത്തിൽ നടന്നു. 24 കോടിയുടെ പാലമാണ്. അവിടെ പാലം പണി കൃത്യമായിട്ടല്ല നടന്നത്, അതിൽ അപാകതയുണ്ട് എന്നുള്ള ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് നിർമ്മാണത്തിൽ തന്നെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ള കണ്ടെത്തൽ വന്നിരിക്കുന്നത്.